കാലാകാലങ്ങളായി കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതിൻ്റെ ബഹിസ്ഫുരണമായിട്ടാണ് നമ്മളിന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞാൽ പ്രത്യക്ഷമായൊരു ലക്ഷണം, കർത്താവ് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷതമായ ഒരു ലക്ഷണം ഇന്ന് പകലിൽ ഉപവാസത്തോടുകൂടി നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്തെന്ന് നമ്മേക്കാൾ നന്നായിട്ട് കർത്താവിനറിയാം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. നമുക്ക് ആവശ്യമായത് എന്തെന്ന് നമ്മേക്കാൾ നന്നായി നമ്മുടെ കർത്താവിനറിയാം. ആ കർത്താവ് നിശ്ചയമായി നമ്മളോട് ഇന്ന് പകലിൽ ഇടപെടും. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആ മുഖങ്ങൾ പറഞ്ഞൊത്തിരി സമയമൊന്നും പാഴാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഒരു ദൈവവചന ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ സകലമാന തെളിവുകളും ഒരുപോലെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നലെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് തൊട്ട് മുന്നോടിയായി എന്തൊക്കെ നടക്കണമെന്ന് പറഞ്ഞു, അതൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ഒന്നേ നടക്കാനുള്ളൂ, കർത്താവിൻ്റെ വരവ്. എന്താണെന്നറിയില്ല, അത് നമ്മേക്കാൾ നന്നായിട്ട് പിശാചിനറിയാം. അതുകൊണ്ട് അവൻ്റെ ആ ഒടുവിലത്തെ പരിശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവന് നന്നായിട്ടറിയാം കർത്താവ് വരുമെന്ന്, തൻ്റെ ജനത്തെ ചേർക്കുമെന്ന്. അതുകൊണ്ട് അവൻ്റെ ഒടുവിലത്തെ ആയുധവും എടുത്ത് പോരാടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്തോ ദൈവസഭകളത് മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ദൈവജനത്തിൻ്റെ ദൈവസഭയുടെ പോക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ വഴിയുള്ളൂ, വേറെ നിർവാഹമില്ല. ആരംഭകാലത്തുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങളിലേക്കൊന്ന് പഴയ ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കി. അവരുടെ കാലത്ത് അവർ പറയും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അല്ലേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇങ്ങനെയായി? അത് രാത്രിയിൽ ഞാൻ പറയാം. സസ്പെൻസ് നിറച്ച് അങ്ങനെ വെച്ചാൽ രാത്രിയിൽ ഞാനത് നിങ്ങളോട് പറയാം. സ്തോത്രം. എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിന് നമുക്ക് തന്നെ നമ്മളോട് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് തന്നെ അതിന് ഉത്തരം വരും. ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നതെന്നറിയാവോ? ഇത് അന്ത്യകാലമാകയാൽ, അങ്ങനെയല്ലേ, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. ഇത് നമ്മളോടാ പറഞ്ഞത്. പക്ഷേ ഇത് ഏറ്റെടുത്തത് ആരാന്നറിയാം? പിശാചാ. അവനാ ഇപ്പം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. തമിഴിൽ ഒരു വാക്കുണ്ട്, കുറി വെച്ചടിക്കുക എന്ന് പറയും. കുറി വെച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നോക്കി അടിക്കുക, ലക്ഷ്യം നോക്കി തകർക്കുക. പിശാച് അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, സർപ്പം അവൻ്റെ തല തകർക്കപ്പെട്ടല്ലോ. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ച് താഴേക്കിട്ടു. തലയില്ല, അപ്പം അവനിനി വാലേ ഉള്ളൂ. വാലിൻ്റെ പോരാട്ടമായി കാണുന്നേ. വാലുകൊണ്ട് അവൻ ഇത്രയാണ് കളിക്കുന്നതെങ്കിൽ തലയുണ്ടായിരുന്നെങ്കിൽ അവൻ എന്തോരം കളിച്ചേനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ആരാണ് നക്ഷത്രങ്ങൾ? വായിച്ചിട്ടില്ലേ? തൻ്റെ ജനം, തനിക്ക് വേണ്ടി ശോഭിച്ച വിശുദ്ധന്മാർ, തനിക്ക് വേണ്ടി ശോഭിച്ച ദൈവജനത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചവർ. പിശാച് അന്ത്യകാലത്ത് ചെയ്യുന്ന എന്താ? വാലുകൊണ്ട് ശോഭിച്ചു നിന്നവരെ വലിച്ച് താഴേക്ക്
ലോകത്തിലേക്ക്, ലോകമയത്വത്തിലേക്ക് എറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ശോഭിച്ച, ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അനേകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്, വളരെ പരിതാപകരമാണ്. വീണുപോയവനെ നോക്കി വീഴാനല്ല, ആമേൻ സ്തോത്രം, വീഴാത്തൊരു അരുമനാഥൻ, ആമേൻ നമുക്ക് വെച്ച് തന്ന ചില ലക്ഷ്യങ്ങളും, ആമേൻ ചില പാതകളും, ആമേൻ ചില ഉദ്ദേശങ്ങളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ, ആമേൻ മനസ്സ് കാണിക്കാൻ, ആമേൻ സ്തോത്രം, ദൈവജനം ഈ ദിവസങ്ങൾ തയ്യാറാകണം. ഒരു കൂട്ടം ദൈവഭൃത്യന്മാർ അവിടവിടങ്ങളിലായി ദൈവജനത്തെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനകൾ വെച്ചാലും വരാൻ ആളില്ലെന്നേ. അതിന് സ്തോത്രം വരാത്തെ? ഹല്ലേലൂയ അല്ലേ? പണ്ടത്തെ ഉത്സാഹം ഇപ്പോഴുണ്ടോ? ഇല്ല. ആരംഭകാലത്ത് ശുഷ്കാന്തിയൊന്നും ഇല്ലെന്നേ. ഇപ്പോൾ ഞാൻ 2 വാക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പഴയ കാലത്ത് ചെറിയ വീട് വലിയ പ്രാർത്ഥന, ഇപ്പോൾ വലിയ വീട് ചെറിയ പ്രാർത്ഥന. മനസ്സിലായല്ലോ? സോ സിമ്പിൾ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. അന്ന് ചെറിയ വീട് വലിയ പ്രാർത്ഥനയായിരുന്നു, ഇന്ന് വലിയ വീട് പ്രാർത്ഥന ചുരുങ്ങിപ്പോയി. അന്ന് സൗകര്യം കുറവായിരുന്നു, ആത്മീയം കൂടുതലായിരുന്നു. ഇന്ന് സൗകര്യം കൂടി, ആത്മീയം. നിങ്ങൾ പിണങ്ങിയിട്ടില്ലല്ലോ. ആമേ കറക്റ്റ്? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ആമേൻ സ്തോത്രം. ഞാൻ പ്രസംഗിച്ചാലും പഠിപ്പിക്കൽ പോലെ അവസാനിക്കാറുള്ളൂ, എനിക്കതാ ശീലം, സ്തോത്രം. അപ്പോൾ നമുക്കിന്ന് പകലിൽ അല്പം പഠിച്ചു പോവാം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ആരംഭകാലത്തെ ആത്മീയ അനുഭവങ്ങൾ കണ്ട ദൈവമക്കൾക്ക് ഇപ്പോഴത്തെ ആത്മീയ തലങ്ങൾ കണ്ടാൽ വേദന വരും, അവർക്ക് കണ്ണുനീര് വരും. കാരണം അങ്ങനായി മാറിയില്ലേ. ചാണകം എഴുതിയ തറയിലിരുന്ന് സ്തോത്രം പനിയോലപ്പാകൊണ്ട് വലിയ സൗകര്യങ്ങളില്ലാത്ത ചുറ്റുപാടിൽ ആരാധിച്ചെടുത്തുന്ന കർത്താവ് നമ്മെ മാനിച്ച് ആദരിച്ച്, സ്തോത്രം, നല്ല അടിപൊളി വിട്രിഫൈഡ് ടൈലും ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ഇട്ട് ശീതീകരിച്ച് ആമേൻ ഹോളുകളൊക്കെ ആയി മാറി ഇല്ലേ. പാസ്റ്റ് ഒരു അല്ലേലിയ പറയുമ്പോൾ ബോക്സിൽ കൂടെ 3 അല്ലേലിയ കേൾക്കുന്ന നല്ല അടിപൊളി മിക്സർ സിസ്റ്റമൊക്കെ ആയിരുന്നേ. പാസ്റ്റർമാർക്ക് തന്നെ മൈക്കെടുത്ത പ്രസംഗിക്കാൻ പ്രചോദനം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചൊക്കെ അക്കോസ്റ്റിക് ആക്കി, നല്ല വെൽ സെറ്റപ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റമൊക്കെ ആയി. പാസ്റ്റർ പറയുന്ന വചനങ്ങളെല്ലാം മോണിറ്ററിലൂടെ സ്ക്രീനിൽ കാണുന്ന പ്രൊജക്ടർ സംവിധാനങ്ങളായി. പരിസരവാസികൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത്, സ്തോത്ര, സൗണ്ട് പ്രൂഫ് ചർച്ചയാക്കി. ഇതെല്ലാ സൗകര്യങ്ങളും നല്ലതാ, അതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മീയ തലവും വളരണം. അന്ന് ഇത്രയും സൗകര്യം ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കാൾ ആരാധനയില്ലായിരുന്നോ? ഇതിനേക്കാൾ ഉപവാസം ഉണ്ടായിരുന്നു, ഇത് പ്രാർത്ഥനയില്ലേ? ഇതിനേക്കാളും ആളില്ലേ? വഴി സൗകര്യം ഉണ്ടായിരുന്നു അന്ന് വരാൻ? അന്ന് വാഹന സൗകര്യം ഉണ്ടായിരുന്നോ വരാനില്ല? അന്ന് വരുമായിരുന്നു. ഇന്ന് പോർട്ടിക്ക് നിന്ന് കാലെടുത്ത് വെച്ച കാറിനകത്തോട്ടാ അല്ലേ? ഫ്രണ്ട് വാതിൽ തുറന്ന് ഇറക്കിയാൽ നേരെ കാർ പോർച്ചിലേക്കാ, കാർ പോർച്ചിൽ നിന്ന് കാലെടുത്ത് വെച്ച കാറിനകത്തേക്കാ. ഗേറ്റ് തുറക്കണ്ട, ഗേറ്റ് ചാരണ്ട. വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ മൊബൈലിൽ റിമോട്ട് ഓൺ ചെയ്താൽ ഗേറ്റ് തുറക്കുന്നു, കാർ വെളിയിൽ ഇറങ്ങിയോണ്ട് മൊബൈലിൽ തന്നെ പ്രസ് ചെയ്യുന്നു, ഡോർ ഓട്ടോമാറ്റിക്കലി ലോക്കാകുന്നു. വീട്ടിൽ ലൈറ്റ് അണച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡോർ ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈലിനകത്തിരിക്കുന്ന ആപ്പിൽ ഒരു ഞെക്ക് നിൽക്കാൻ മതി, ലൈറ്റ് ഫുൾ ഓഫ്, ഫാൻ ഓഫ്, അറിയാതെ പോലും ഇട്ടേച്ച് വന്നാൽ എല്ലാം പോകും. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും നല്ലത് തന്നെയാണ്, അതല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ സൗകര്യങ്ങൾ കൂടിയതിനനുസരിച്ച് നമ്മുടെ ആത്മീയ തലം കൂടിയോ എന്ന് ആലോചിക്കണം. ഭൗതിക നന്മ തിന്മയെന്ന് ഞാൻ പറയുന്നില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഭൗതിക നന്മയോടൊപ്പം നമ്മുടെ ആത്മീയ തലങ്ങളും വളരുന്നില്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തേക്കെന്ന് പറഞ്ഞാൽ സമയമൊന്നുമില്ലായിരുന്നു ദൈവദാസന്. ഉച്ചത്തെ ഡോക്ടർ ഉച്ചത്തെ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുകളിൽ കാഞ്ഞിരംകുളത്ത് ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നിർത്തുന്നു അപ്പോഴാണ് സമയം. അന്ന് ഇത്രയും പ്രഷർ ഉള്ള ആൾക്കാർ കുറവായിരുന്നു, ഇത്രയും ഷുഗറുള്ള ആൾക്കാരും കുറവായിരുന്നു, കൊളസ്ട്രോളുള്ള ആൾക്കാരും കുറവായിരുന്നു. എല്ലാവർക്കും മുട്ടുമടങ്ങുമായിരുന്നു. നിങ്ങളെ കുറ്റം പറഞ്ഞാൽ ഐ എം റിയലി വെരി വെരി സോറി. എനിക്കിപ്പോഴും മുട്ടുമടക്കി താഴെ ഇരിക്കാനാണ് താല്പര്യം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചർച്ചയിലും എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇടതക്കാലൊരു ക്യാമ്പ് കഴിഞ്ഞ് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ഒന്ന് ഒടിഞ്ഞതാണ്. സ്തോത്രം. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞാൻ ആ കാല് കൊണ്ട് ഒത്തിരി നടന്നത്. സ്തോത്രം. ഇപ്പോഴും എൻ്റെ വൈഫ് ഒത്തിരി നേരം ഇരിക്കുമ്പോൾ പറയും, ഒത്തിരി നേരം ഇരിക്കരുത്, ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, എനിക്കിങ്ങനെ മുട്ടുമടക്കി ഇരുന്ന് ആരാധിച്ചാലേ ആരാധന വരുള്ളൂ. സ്തോത്രം. അതൊരു സന്തോഷമാണെന്നേ. ഹല്ലേലൂയ. അയ്യോ, സ്തോത്രം വരുന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ വന്നതല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു വന്നതാ. അന്ന് സൗകര്യങ്ങളില്ലാതിരുന്ന സമയത്ത് നമുക്ക് സമയം പ്രശ്നമല്ലായിരുന്നു, അല്ലേ? സമയം പ്രശ്നമല്ലായിരുന്നു. 2, 2:30, 3 മണി വരെയൊക്കെ ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ പോകുമായിരുന്നു. ജനം പരിസരം മറന്ന് ആരാധിക്കുമായിരുന്നു. ജനം ആരാധിക്കുമ്പോൾ തെന്നിയോ തെറ്റിയോ, അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും അവിശ്വാസി ഭൂതം ബാധിച്ച് ഒരെണ്ണം അകത്ത് വന്നിരുന്നാൽ ആ ഭൂതം ഇളകി മറിഞ്ഞ് തുള്ളിച്ചാടി, അല്ലേ, ആ ശക്തിയൊക്കെ അതിനെ വിട്ട് മാറി ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. ഇന്ന് ആണെങ്കിലോ ആ ഭൂതം ഇളകി 5 എണ്ണത്തിനെ അടിച്ച് താഴെയിട്ട്, അല്ലേ? ഇനി ചിലതാണെങ്കിലോ ഭൂതമാണോ ആത്മാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ടും ഒരുപോലെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. കൊക്കും മീവൽ പക്ഷിയും അത് തൻ്റെ കാലമറിയുന്നെന്ന്. ദൈവമക്കൾ കാലത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. അത് തൻ്റെ മടങ്ങി വരവിൻ്റെ കാലമറിയുന്നു. നമ്മുടെ അരുമനാഥൻ്റെ മടങ്ങി വരവിൻ്റെ കാലമറിയണം ദൈവജനം. ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കണം. നാം കടന്നു പോകുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ മയക്കം ബാധിച്ച് ദൈവസഭയും ദൈവജനവും മയക്കത്തിലേക്ക് ഇറങ്ങിപ്പോയി. മയക്കത്തിലായാൽ വരുന്ന കുഴപ്പം എന്നറിയാവോ? എന്ത് നടന്നാൽ അവരറിയത്തില്ലെന്നുള്ളതാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? മയക്കം ബാധിച്ചാൽ എന്ത് നടന്നാലും അവരറിയത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മോക്ക് ഡ്രില്ല് നടന്നു. മിഡ് നൈറ്റിൽ മോക്ക് ഡ്രിൽ. റെയിൽവേ സ്റ്റേഷനിൽ ഏർലി മോർണിങ്ങിനൊക്കെ പോകാനായിട്ട് തലേ ദിവസം രാത്രി വന്ന് വിശ്രമിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന അവരവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും. വിലപിടിപ്പുള്ള മൊബൈലോ പേഴ്സോ ഒക്കെ ഇങ്ങനെ അവർ പോക്കറ്റിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേ പോലീസും കേരള പോലീസും കൂടെ സംയുക്തമായൊരു മോക്ക് ഡ്രിൽ നടത്തി. ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുടെ മൊബൈലും പേഴ്സൊക്കെ ഇങ്ങനെ അവരറിയാതെ ഇങ്ങനെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് അവരവിടെ തന്നെ നിന്ന് വീഡിയോ ക്യാമറയോട് ഉൾപ്പെടെ നിന്നിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലൊന്ന് നഷ്ടമായി, ആ മൊബൈലൊന്ന് തരാമോ ഒന്ന് വിളിക്കാനാ. അപ്പോഴാണ് പുള്ളി തപ്പി നോക്കുന്നു, അയ്യോ കാണാനില്ല. പേടിക്കണ്ട, എൻ്റെ കയ്യിലുണ്ട്, ഉറങ്ങുമ്പോൾ സൂക്ഷിച്ചുറങ്ങണേന്ന് പറഞ്ഞ് കൈ കൊടുത്തേച്ച് പോയി. വിലപിടിപ്പുള്ള 1.5 ലക്ഷത്തിൻ്റെ സാംസങ്ങിൻ്റെ അൾട്ര ആണെങ്കിലും ശരി, എന്നാ ഐഫോൺ ആയാലും ശരി, മയങ്ങിപ്പോയാൽ നഷ്ടപ്പെടുന്ന പലതും തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഇന്ന് പല ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അവരെ അറിയുന്നില്ല. കാര്യം എന്താ? അവർ മയക്കത്തിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അവര് മയക്കത്തിലാണ്. മയക്കം വിട്ട് എഴുന്നേൽക്കേണ്ട സമയമായി. മയക്കം വിട്ട് എഴുന്നേൽക്കേണ്ട സമയമായി. ഈ ഉപവാസ പ്രാർത്ഥന ഈ സഭയ്ക്ക് അതിന് മുഖാന്തരമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാസാമുഖത്തിൽ പറഞ്ഞ ഒരു വാക്ക്, ഞാൻ മാവേലിക്കരക്കാരനെന്നാണ്, സോറി. സ്വദേശം ചെങ്ങന്നൂർ പാണ്ടനാടാണ്. 32 വർഷം
ഈ ട്രിവാൻഡ്രം മേഖലയിലാണ്. സഭാ ചാർജുള്ള ബന്ധത്തിൽ 32 വർഷം ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ നെയ്യാറ്റിൻകര, അമരവിള, ആറുകാണി, ഇവിടെ അടുത്ത് ഉറിയാക്കോടൊക്കെ ഉണ്ടായിരുന്നു. മിനസോത്ത 9, 10, 13 വർഷങ്ങളായി ഓരോ സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ ഞാൻ കറ്റാനം എന്ന് പറയുന്ന കായംകുളത്തിനടുത്ത് പോയിട്ട് 2 വർഷമായിട്ട് മാത്രമേ ആയിട്ടുള്ളൂ. 32 വർഷത്തിന് മുമ്പ് കോട്ടയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മണർകാടായിരുന്നു കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരുന്നത്. കർത്താവിൻ്റെ കൃപയാൽ ദീർഘ 37 വർഷങ്ങൾ സ്തോത്രം ആയി ഈ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഈ എളിയ ഒരു യോഗ്യതമില്ലാതിരുന്ന എനിക്ക് കർത്താവ് ഭാഗ്യം തന്നിട്ട് ദീർഘവർഷങ്ങൾ ഞാൻ വിവാഹിതനാകുന്നതിന് മുൻപ് സാധാരണ ഡോക്ടറിനോട് കുടുംബത്തോടൊക്കെ ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് അവസരം നൽകി. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് വേദികൾ അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കർത്താവിനെ ഉയർത്താൻ ഞങ്ങൾക്കും ഈ എളിയവനും കർത്താവ് അവസരമുണ്ടായി. നന്ദിയോടെ ഈ തരുണത്തിൽ ആ കുടുംബത്തെ ഞാൻ സ്മരിക്കുന്നു. സമയം വളരെ മുൻപോട്ട് പോയല്ലോ. ക്ലോക്ക് എന്നെ ഭയപ്പെടുത്തുന്നത് കൊണ്ടും സ്തോത്രം എല്ലാം ഉചിതമായി ക്രമീകരിക്കപ്പെട്ടതായിട്ടുള്ളത് കൊണ്ടും പകൽ ഞാൻ അമിത പ്രസംഗം നടത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ രാത്രിയിൽ വരത്തില്ലല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. പേടിക്കണ്ട. നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 2-ാമത്തെ വേദഭാഗം. ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 2. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 2-ാമത്തെ വേദഭാഗം. യെസ്. ആമേൻ. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് വായിക്കാമോ? നീ ഒരു അനുഗ്രഹമായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കാമോ? ഇപ്പം ഞാൻ ഈ വചനം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഈ പാസ്റ്റ് ഇത് എവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുമെന്നും വരെ അറിയാം. കാരണം അത്ര അനുഭവമുള്ളവരാണ് നമ്മൾ. ഓരോ വചനം വായിക്കുമ്പോഴും നമുക്കറിയാം അതെന്താണ്, അത് എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളത്. നല്ല അനുഭവമുള്ളവരാണ്. എന്നാൽ ഇന്ന് പകലിൽ ഈ ആത്മാവ് എൻ്റെ അകത്ത് നൽകിയ ഈ വചനത്തിൽ നിന്നുള്ള ഒരു ചെറിയ ചിന്ത ഞാൻ പങ്കുവെച്ചിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അല്ല, ഒന്ന് ശ്രദ്ധിച്ചേ. 12:2 നമ്മൾ വായിച്ച ഒറ്റ ഭാഗം മാത്രം എടുക്കാം. നീ ഒരു, ഒന്ന് പറയാമോ? അയ്യോ കേട്ടില്ല. ഇത്ര ഒച്ചയുള്ളോ? സ്തോത്രം. വണ്ടി ഓണായി തുടങ്ങിയല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഗിയറിട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി പോകെ ആകുമ്പോൾ സ്പീഡ് കൂടിക്കുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയുവാണെങ്കിൽ ഞാനും കൂടെ പറയാം, നീ ഒരനുഗ്രഹമായിരിക്കും. താങ്ക് യു. നിങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ എന്നെ നോക്കിയാ പറഞ്ഞേ. ആമേ കറക്റ്റ് അല്ലേ ഡോക്ടറെ? നിങ്ങളെല്ലാം ചേർന്ന് എന്നെ നോക്കിയാ പറഞ്ഞ നീ ഒരു. അപ്പോൾ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ തിരിച്ച് താങ്ക്സ് പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, നന്ദി എന്ന് പറഞ്ഞത്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇനി നമ്മൾ ആ വേദഭാഗം വള്ളിക്കോ പുള്ളിക്കോ മാറ്റമൊന്നും വരുത്താൻ പാടില്ലെന്നാണ്. എങ്കിലും നമ്മളോട് തന്നെ പറയാൻ പോവുക, ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഒന്ന് പറഞ്ഞേ. ഈ 3-ാം ദിനം പകലിൽ നമ്മൾക്ക് ദൈവാത്മാവ് തരികയാ, ഞാനൊരു, ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് നീ ഒരു അനുഗ്രഹം. വചനമാണ് പറയുന്നേ. അതെ, അമ്മച്ചി എഴുന്നേറ്റ് പോയി കൈ കൊടുക്കുക. സ്തോത്രം, താങ്ക് യു. നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നമ്മൾ ഇത് പ്രോസ്പെരിറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് കളയരുത്. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നുള്ളത് പോകെ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം, ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. അതായത് യഹോവയായ ദൈവം നമ്മുടെ പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് പറയുന്ന ഒരു അനുഗ്രഹ വചനമാണത്. ഒന്നുകൂടെ സുവ്യക്തമായി അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
അവിടെ ഇങ്ങനെ പറഞ്ഞത്, അബ്രഹാം, നമ്മുടെ പൂർവപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് തേജോമയനായ ദൈവം അബ്രഹാം മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ, അങ്ങനെ തന്നെയല്ലേ? ഒന്ന് വായിക്കാമോ? നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ മതി, സ്തോത്രം. പക്ഷേ ഉൽപ്പത്തി 11-ലും 12-ലും നമുക്കത് കാണാൻ പറ്റണില്ല. തേജോമയനായ ദൈവം വന്ന് അബ്രഹാമിനെ മെസൊപ്പൊത്താമിയയിൽ വെച്ച് ഊരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നോട് പറഞ്ഞ ഒരു ഉറപ്പിൻ്റെ വാക്യമാണ്, ഉറപ്പിൻ്റെ വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ഭൗതികമായ ഒരു സമ്പന്നതയുടെ, ഒരു എൻറിച്ച്മെൻറ്റിൻ്റെ ഒരു സന്ദേശം പറയാനല്ല ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതിൽ എന്താണ് അന്തർലീനമായിരിക്കുന്നത് എന്നാണ് അർത്ഥമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. യഹോവയായ ദൈവം ഒന്നുമില്ലാതെ, അതായത് കണ്ണിൻ്റെ മുൻപിൽ കാണാനൊന്നുമില്ല, നീങ്ങി പോരടമാനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെയല്ലേ? നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു ഇവിടെ ശ്രദ്ധിച്ച്, വലിയൊരു പാരമ്പര്യത്തിൽ നിന്ന് അബ്രഹാം ഇറങ്ങുമ്പോൾ തൻ്റെ മുൻപിൽ ഫുള്ള് ബ്ലാങ്കാണ്, ഒന്നും കാണാനില്ലെന്നേ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഒന്നും കാണാനില്ല. ഒരാൾ വിളിക്കുക, തേജോമയനായ ദൈവം വിളിക്കുക, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ പൊയ്ക്കോ. നീയും നിന്റെ വൈഫും മാത്രമേ ഉള്ളൂ, പക്ഷേ നിന്നെ ഞാൻ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും, നിന്നെ ഒരു ജാതിയാക്കി മാറ്റും. നീ ഏകനായിട്ടല്ല, നിന്നിൽ നിന്ന് സന്തതികൾ ഉരുവായി ആ സന്തതികൾ ദേശത്ത് പെറ്റു പെരുകി ഒരു ഗോത്രമായി മാറും. കണ്ണിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഈ പറയുമ്പോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നത്തിങ്. നമ്മളാണെങ്കിൽ ഒരു 100 വട്ടം ആലോചിക്കുകയല്ലേ, പറയാനും പ്രസംഗിക്കാനും ഒക്കെ എന്ത് ഈസിയാണെന്നറിയാമോ? പക്ഷെ ആ സിറ്റുവേഷൻ ഒന്ന് നോക്കിയേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞ ആൾ ആരാണ്. ചില വാഗ്ദത്തങ്ങൾ, ചില വാക്കുകൾ, ചില അരുളപ്പാടുകൾ, ചില ആലോചനകൾ നമുക്ക് ഏറ്റെടുത്ത് അത് അതുപോലെ വിശ്വസിക്കണമെങ്കിൽ അത് വന്ന ഉറവിടം അറിയണം. ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ജെന്യുവിനിറ്റി, ഒന്നുകൂടെ പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി, കുഞ്ഞ് ആഹാരം കഴിക്കാനായിട്ട് മടിക്കുമ്പോൾ സന്ധ്യയ്ക്ക് അമ്മ തോളത്തെടുത്ത്, ഇവിടെ ഒരുത്തൻ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുക, പക്ഷേ സ്മാർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൈ തന്നേച്ചു പോകും, സൂത്രം അല്ലേ. ഞാനിങ്ങനെ കൈപൊക്കി സ്വോത്രം പറ, അവൻ്റെ വിചാരം അവനോട് ഹായ് പറഞ്ഞു അവൻ വന്ന് കയ്യിലടിച്ചേച്ചും പോകുമായിരുന്നു. അറിയില്ലല്ലോ കുഞ്ഞിനെ. ഈ കുഞ്ഞിനെ അമ്മ ഒക്കത്തെടുത്ത് വെച്ചിട്ട് സന്ധ്യ ആയപ്പോഴത്തേനും ആഹാരം കഴിക്കുന്നതേ ഇല്ല. അപ്പോൾ പറയുക, അങ്ങോട്ട് നോക്കിയ മൂൺ. അപ്പോൾ അവൻ നോക്കിയിട്ട് ആയ് മൂൺ. അപ്പോഴാണ് പറഞ്ഞേ, ഈ പാപ്പം കഴിച്ചാൽ നാളെ പപ്പയെ കൊണ്ട് ഈ മൂണിനെ പിടിച്ചേരോ. ഈ കുഞ്ഞ് മൂണിനെ കിട്ടുമെന്ന് വിചാരിച്ച് വാ പൊളിക്കും, അമ്മ 3 ഇഡ്ഡലി അതിനകത്താക്കും. കുഞ്ഞിനറിയാമോ ഇത്ര മൈൽക്ക് അല്ലേ ദൂരത്തിലാണ് ഈ സാധനം നിൽക്കുന്നതെന്നും എൻ്റെ അപ്പനെന്നല്ല
അപ്പൻ്റെ കുടുംബത്തിൽപ്പെട്ട 10,000 പേര് വന്നാൽ ഇതിൻ്റെ പരിസരത്ത് പോലും എത്താൻ പറ്റത്തില്ലെന്ന് ആ കുഞ്ഞിനറിയത്തില്ല. കുഞ്ഞിനൊന്നേ അറിയത്തുള്ളൂ, നിഷ്കളങ്കമായി അമ്മ പറഞ്ഞത് കണ്ണടച്ചതങ്ങ്. ഇവനെങ്ങാനും ഒരു 10-15 വയസ്സാകുമ്പോൾ പറയുകയാണ്, മക്കൾ ഈ പാപ്പം കഴിക്കുക, പപ്പ വരുമ്പോൾ അമ്പളി മാമനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ കുഞ്ഞ് എന്നാ പറയും? തള്ളി മറിക്കല്ലേ, എനിക്കൊന്നും അത് ബലമില്ലെന്ന് പറയും. എന്നിട്ട് അവർക്ക് അനിയനോ ചേട്ടനോ ചേച്ചിയോ എല്ലാം ഉണ്ട്, പറയും അമ്മ തള്ളുന്ന തള്ളു കണ്ടോടെ, എന്നോ മുടിഞ്ഞ തള്ള ഇത്, അമ്പളി മാമൻ ഇപ്പോൾ പിടിച്ചു തരുമെന്ന്. പിന്നെ റോക്കറ്റേ കയറി പോവോ? കൊച്ചിന് വിവരം വെച്ചെന്നേ, കൊച്ചിന് അറിവൊന്നു. അവൻ പുസ്തകത്തിൽ വായിച്ചു, 1000 മൈലുകൾക്കപ്പുറത്ത് അതിന് പ്രത്യേകിച്ച് പേടകം വേണം, ആ പേടകത്തിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ വർഷങ്ങളുടെ ട്രെയിനിങ് വേണം. എൻ്റെ അപ്പനും അമ്മയും പരിസരത്ത് പോലും പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് പിടിക്കുന്നത്? ഇവൻ്റെ ലോജിക്ക്, ഇവൻ്റെ ബുദ്ധി വർഗീയാണ്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഒന്നുമില്ലാത്തടത്തുനിന്ന് വിളിച്ചിറക്കിയപ്പോൾ അബ്രഹാമിനോട് പറയുക, നീ ഒരു ജാതിയാകും, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ. ഒന്നും കണ്ണിന് മുൻപിൽ കാണാനില്ലെന്നേ. പക്ഷെ ഈ വാക്ക് വിശ്വസിച്ചാണ് ഇറങ്ങിയത് അബ്രഹാം. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് അംഗീകരിച്ച് വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞ ആളിനെ കുറിച്ച് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം. ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക്? പലരും പലതും പറഞ്ഞിട്ട് പോകുന്നേ, പക്ഷേ നമ്മളോട് നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞത് ഒരു സാധാരണയാളല്ല, വാക്ക് പറഞ്ഞാൽ മാറുന്നയാളല്ല. എന്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ട് നാളെ അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്ന് അനുദപിക്കുന്ന ദൈവമല്ല. കർത്താവിന്റെ ശബ്ദം കേട്ട് കാലാകാലങ്ങളായി ആമേൻ എല്ലാം വിട്ടിറങ്ങിയ പ്രിയ ദൈവമൈതലേ, 2026 ജനുവരി മാസത്തിന്റെ പ്രാരംഭത്തില് കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ പറഞ്ഞവൻ ഒരിക്കലും വാക്കു മാറ്റുന്നവനല്ലെന്ന് ഈ പകലിൽ ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയട്ടെ. വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതിയെന്നേ. പറഞ്ഞതാരാ? ഇത് പറഞ്ഞത് ആരാണെന്നേ? അബ്രഹാമിനോട് പറഞ്ഞ ആൾ ആരാന്ന് അബ്രഹാമിന് മനസ്സിലായി. അതുകൊണ്ട് അബ്രഹാം ലെഫ്റ്റോ റൈറ്റോ ഫ്രണ്ടോ ബാക്കോ ഒന്നും നോക്കിയില്ല, ഇറങ്ങി പുറപ്പെട്ടു. ഇനി നോക്കൂ, ഈ പറഞ്ഞത് തമ്പുരാൻ ചെയ്തു. ഇവിടെ ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോഴേ കഴിഞ്ഞ നാളുകൾ ദൈവാത്മാവ് പറഞ്ഞ ചിലതിലെ ആ വാഗ്ദത്തങ്ങളിലും ആ വാഗ്ദാനങ്ങളിലും ആ പ്രവചനത്തിലും ആ വെളിപ്പാടിലും ദർശനത്തിലൂടെ നമുക്ക് തന്ന ചില ആലോചനകളില്ലേ. പറഞ്ഞത് കന്യാകുമാരി എന്ന് വന്ന ആളായിരിക്കുക, പറഞ്ഞത് കാസർഗോഡ് വന്ന ആളായിരിക്കുക, പറഞ്ഞത് കാഞ്ഞിരംകുളത്ത് നിന്ന് വന്ന ആളായിരിക്കുക, പക്ഷേ പറയിപ്പിച്ചത് ഉടയ തമ്പുരാനാണെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും അതിന് മാറ്റം വരത്തില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. 3, ഞാൻ നിമിത്തം എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിച്ചോ? ഹല്ലേലൂയ. ഓക്കെ, വാക്യത്തിലേക്ക് വരാം. തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ ഒരു ജാതിയാക്കൂ. ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഇറങ്ങി തിരിച്ചാണെന്നേ, ഒന്നും കാണാതെ ഇറങ്ങി തിരിച്ചാണെന്നേ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള നല്ല കോൺഫിഡൻസ് അബ്രഹാമിനുണ്ടായിരുന്നു. ഇന്ന് പകലില് ഇതുവരെ നടത്തി വന്ന ദൈവം ഇനിയും നടത്താൻ ശക്തനാണെന്ന് ഇടയ്ക്ക് എവിടെയൊക്കെയോ വിശ്വസിക്കുന്നതിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. അതാണ് ഇടയ്ക്ക് എവിടെയൊക്കെയോ നമുക്ക് കാലിടറിപ്പോയത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒന്ന് കാലിടറിപ്പോയി. സ്തോത്രം. ചിലതൊക്കെ പബ്ലിക്കിൽ പറയാൻ പറ്റുകയല്ല. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ വൈഫും ഒരു വീട്ടിൽ മറ്റൊരു സഭയിലൊരു വിശ്വാസി
ഞങ്ങളൊരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയതാ. പാലക്കാട്ടെ അറിയപ്പെടുന്ന ഒരു നായർ തറവാട്ടിൽ ജനിച്ചൊരു കുടുംബം. എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്തേക്കണേ വാസേ. ചില കുമ്പസാര രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാലക്കാടൻ നായർ കുടുംബം. ആലപ്പുഴ ജില്ലയിൽ ഞാൻ താമസിക്കുന്ന അടുത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിയുള്ള ബന്ധത്തിൽ വന്ന് താമസിക്കുക. നല്ല സുന്ദരികളായ സുമുഖികളായ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ആകർഷത്വമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ, ഒരു മകൻ. അവർ കർത്താവിനെ അറിഞ്ഞിട്ട് ദീർഘവർഷങ്ങളായി. ഇപ്പോൾ 9 മാസമായി ആരാധനയ്ക്ക് പോയിട്ട് പിന്മാറിപ്പോയി. 2.5 മണിക്കൂർ ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് സംസാരിക്കുക. ഭയങ്കര വലിയ സാക്ഷ്യമുള്ളവർ, നമ്മുടെ കണക്ക് സുവിശേഷം കേട്ട് വിശ്വസിച്ച് വന്നവരല്ല. ആ സാക്ഷ്യം ഭയങ്കര വലിയ സാക്ഷ്യമാ. അങ്ങനെ യേശുവിനെ അറിഞ്ഞ് വന്നവരാ. പക്ഷേ 8 മാസമായി പിന്മാറ്റത്തില്ല. ആ സഹോദരൻ സംസാരിച്ചപ്പോൾ ഒരു മയത്തിലേക്ക് വന്നു. ആ സഹോദരി മക്കളും വന്നിട്ടില്ല. മകൻ ഒറ്റയടിക്ക് നിരീശ്വരവാദിയായി മാറി. 12ാം ക്ലാസ് വരെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സിലബസ് അനുസരിച്ച് സൺഡേ സ്കൂൾ പഠിച്ചവനാ. IPCയുടെ 12ാം ക്ലാസ് സിലബസ് പാസ്സാകുമ്പോൾ BTHന് തുല്യമായ ഗ്രാജുവേഷൻ കിട്ടുന്നതാണ്. അത്ര തിറവാർന്ന സിലബസ് പഠിച്ച ചെക്കൻ നിരീശ്വരവാദിയായി ഇന്ന്. 2 പെൺകുഞ്ഞുങ്ങൾ ഒക്കെ മാറ്റി ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആരും നിർബന്ധിക്കാതെ എല്ലാം ഊരിക്കളഞ്ഞിറങ്ങി വന്നവരാ. ഇപ്പം അത് തിരിച്ചെടുത്തിട്ടു. ഇപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ യേശു ഞങ്ങളെ അവിടെയല്ല ഇവിടെയല്ല അതാക്കി പറ്റിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെയോ അവർക്ക് കാലൊന്ന് ഇടറിപ്പോയി. പറഞ്ഞവനിൽ വന്ന വിശ്വാസക്കുറവാണെന്നേ. ആരാ പറഞ്ഞതെന്നുള്ള ബോധ്യം പാതി വഴിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ സഹോദരൻ ബോധ്യപ്പെട്ട് മടങ്ങി വന്ന് ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് വരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക. ആ സഹോദരിയും ആ 3 കുഞ്ഞുങ്ങളും വരണം. 5 പേര് ഡിഗ്രി കഴിഞ്ഞ 3 കുഞ്ഞുങ്ങളും ഡിഗ്രി കഴിഞ്ഞ നല്ല സ്മാർട്ടായ നല്ല മിടുക്കരായവരാണ്. ഞാൻ പറഞ്ഞത്, വിളിച്ച വാക്ക് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നല്ല ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവിശ്വസിച്ച് മാറിപ്പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹലോ, ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത് ചെയ്യാമെന്ന് ഒരാള് നമുക്കൊരു ഉറപ്പ് തന്നാലേ ആ ഉറപ്പ് തന്ന ആള് അത് നിറവേറ്റാൻ പറ്റുന്ന ആളാണോ എന്ന് നമ്മൾ നമ്മുടെ ലോജിക്കിൽ നിന്നുകൊണ്ട് ചിന്തിക്കും, ഇല്ലേ? ഇപ്പൊ അംബാനിയോ അദാനിയോ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതെന്ന് ഒരു വലിയ കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഒരുപാട് ചാരിറ്റികൾ പലർക്കും ചെയ്യുന്നുണ്ട്, അല്ലേ? വീടുകൾ വെച്ച് കൊടുക്കുന്നു, കടം മാറ്റി കൊടുക്കുന്നു. അവരൊക്കെ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് നമുക്കറിയാം. അത് വലിയ കാര്യമൊന്നുമല്ല. ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന നമുക്കറിയാം, അമേരിക്കയിലെ ഒരു വലിയ കോടീശ്വരനായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് ചെയ്യുന്ന സാധുക്കൾക്ക് സഹായിക്കുന്ന ആ ചാരിറ്റിയിലേക്ക് അദ്ദേഹം കൊടുത്തിട്ട് പോയത് ചെറിയൊരു എമൗണ്ടാണ്. ഒരു ടോക്കണായിട്ട് അദ്ദേഹം കൊടുത്തിട്ട് പോയത് 200 കോടിയാണ്. മനസ്സിലായില്ല? അറ്റാക്കൊന്നും വരത്തില്ലല്ലോ നിങ്ങൾക്ക്? ദൈവമേ, 200 കോടിയാ ചുമ്മാതെ ടോക്കൺ കൊടുത്തിട്ട് പോയതാ. പിന്നാലെ വേറെ വരുന്നുണ്ട്. അവർക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ബിൽ ആൻഡ് അലിൻഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ബിൽ ഗേറ്റ്സിൻ്റെ ആസ്തി ഒരുവിധം വായിക്കുന്നവർക്കറിയോ എത്രയോ മില്യൺ കോടികളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാനൊരു തടസ്സമില്ലെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രഹ്മാണ്ഡ ഘടകങ്ങൾ മുഴുവനും കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഈ കാണുന്നതെല്ലാം ഉച്ചാരണത്താൽ ഉളവാക്കിയ തിരുവെഴുത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ ആദി പുരാതന സമ്പന്നനെന്നാണ്. ആ കർത്താവിന് എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലെന്നേ.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങളുടെ 5 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ 15 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിൻ്റെ കടം തീർക്കുന്നത് ഒരു വിഷയമല്ലെന്ന്. നിങ്ങളുടെ തലമുറയുടെ ഭാവി നിറവേറ്റുമെന്ന് പറഞ്ഞത് എൻ്റെ കർത്താവിനൊരു തടസ്സമല്ലെന്ന് പറഞ്ഞ് 12ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? നമ്മൾ വായിച്ച കുറിവാക്യം, നീ ഒരു എന്ന് പറഞ്ഞാൽ നീ സമ്പന്നനാകുമെന്ന്. ഞാൻ മെറ്റീരിയൽ ബ്ലെസ്സിങ് പറയാൻ വന്നതല്ലേ, ശ്രദ്ധിക്കൂ. അതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. ഇവിടെ പറയുക, നീ അനുഗ്രഹമാകും, നീ സമ്പന്നനാകും. പക്ഷെ 13ാം അധ്യായം 2ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത് അതുപോലെ തമ്പുരാൻ ചെയ്തോ? ഹലോ, ചെയ്തോ ഇല്ലയോ? ചെയ്തു. അന്ന് ചെയ്ത കർത്താവിന് വല്ല ആച്ഛാദനം ഉണ്ടോ? മനസ്സിലായില്ല. മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ 2026 ജനുവരി മാസത്തിൽ 21ാം തീയതിയിൽ ആ കർത്താവ് പറഞ്ഞത് ചെയ്യാൻ സർവശക്തനാ. നിങ്ങളോട് പറഞ്ഞ പ്രവചന ദൂതില്ലേ? നിങ്ങളോട് പറഞ്ഞ വെളിപ്പാടില്ലേ? നിങ്ങളോട് പറഞ്ഞ ദർശനമില്ലേ? ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ചില ഉറപ്പിന്റെ ദൂതുകളില്ലേ? അത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. 13ാം അധ്യായത്തിൽ സമ്പന്നനായി എന്നല്ല, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. വെരി റിച്ച്, ബഹുസമ്പന്നനായി എന്ന. ഹലോ, നിവർത്തിച്ചോ ഇല്ലയോ സഹോദര? നിവർത്തിച്ചോ ഇല്ലയോ? 2026 കർത്താവ് പറഞ്ഞു നോക്കെ നിവർത്തിക്കുമെന്നേ, മാറ്റമൊന്നുമില്ലെന്നേ. അബ്രഹാമിനോട് പറഞ്ഞത് അതുപോലെ ചെയ്തെങ്കിൽ എനിക്കിനി രസമല്ല കേട്ടോ. ആ 14ന്റെ 14 വായിച്ചേ. അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച ആ ആ ആ മതി. സ്വോത്രം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ സിമ്പിളായിട്ട് പറയാം. അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ. ഹലോ, ഇവിടെ ഉണ്ടോ? ഇവിടെ 318 അഭ്യാസികളുമായിട്ട് അബ്രഹാം സഹോദരപുത്രനായ ലോത്തിനെ വീണ്ടെടുക്കാൻ പോയിന്ന്. ഞാൻ ആ വാക്യം വായിച്ചപ്പോഴേ ഈ തമ്പുരാൻ 13ാം അധ്യായത്തിൽ പുള്ളിക്കാരനെ ബഹുസമ്പന്നനാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ സമ്പന്നനാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ 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 318 അഭ്യാസികൾ എവിടെ ജനിച്ചവരാ? അബ്രഹാമിൻ്റെ ആട്, മാട്, ദാസി ദാസന്മാർ, ഒട്ടകങ്ങൾ. അത് പോരാഞ്ഞിട്ട് ഒരാർമി വീട്ടിലുണ്ടായിരുന്നെന്ന്. ഹലോ, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? സോദോം രാജാവ്, ശാലേമിലെ രാജാവ് യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ സ്വീകരിച്ചതായി കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? വേറൊരു ഭാഗത്ത് പറയുന്നത് അബ്രഹാം ദേശത്തിന്റെ പ്രഭുവായിരുന്നെന്ന്. ഹലോ, ഓ, ഇതൊക്കെ വായിക്കുമ്പോഴല്ലോ ഒന്ന് തുള്ളി ചാടണമെന്നുണ്ട്. കാര്യം എന്ന് പറയാം, ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച പുള്ളിയോട് ഒറ്റ വാക്ക് വിശ്വസിച്ച് പുള്ളി എല്ലാം കളഞ്ഞേച്ച് ഇറങ്ങി പുറപ്പെട്ട്, എന്താ ഈ പറഞ്ഞത് ആരാണെന്നുള്ള ഉറപ്പിൽ പുള്ളി ഇറങ്ങിത്തിരിച്ചത്. ബഹുസമ്പന്നനായി 318 അഭ്യാസികൾ വീട്ടിലുണ്ട്. അത് മാത്രമല്ല, യുദ്ധം ചെയ്യാൻ തക്കവണ്ണമുള്ള ആർമി കൂടെയുള്ളൊരു മനുഷ്യൻ. ആ സമ്പന്നതയൊന്ന് നോക്കിയേ, ആ അനുഗ്രഹം ഒന്ന് നോക്കിയേ. ഞാൻ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, 318 എണ്ണത്തിനെ തീറ്റിപ്പോറ്റണമെങ്കിൽ എൻ്റെ അമ്മച്ചിമാരെ, എൻ്റെ സഹോദരിമാരെ, എന്നോ ചെലവാ. ഹലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളാ സഹോദരം. 2 കുഞ്ഞുങ്ങളും ഒന്നുമൊക്കെ ഉള്ളവരെന്ന് ആലോചിച്ച് നോക്കിയേ. 2 എണ്ണത്തിനെ പോറ്റാൻ എന്നെ പാടല്ലേ.
പാടൊന്നുമില്ല അല്ലേ? ഓ, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ ഒരു പാടുമില്ല. ഇവർ പെറ്റിട്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങളങ്ങ് വളർന്ന് വലുതായി. എന്നാ ബുദ്ധിമുട്ടല്ലേ? ഇല്ലേ? ഈ അടുത്തിടയ്ക്ക് ഒരു അച്ചായനോട് അച്ചായൻ പറഞ്ഞു, ഒരു ചാൺ വയറിന് വേണ്ടിയുള്ള പാടല്ലേ, പക്ഷേ പുള്ളിക്കാരന് ഒരു ചാണൊന്നും അല്ല, അത് 5-6 ചാണുണ്ട്, അത്രയും വലിയ വയറാ. നമ്മൾ ഒരു എന്താ പറയുക, ഒരു തമാശയ്ക്ക് പറയുന്ന അല്ലേ, ഒരു ചാൺ വയറിന് വേണ്ടിയുള്ള ബദ്ധപ്പാടാന്ന്. ശരിയല്ലേ? 2 കുഞ്ഞുങ്ങളെ ആഹാരമൊക്കെ കൊടുത്ത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് താമസ സൗകര്യം കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ നമ്മൾ എന്ത് ബന്ധപ്പെടുക. അത് ആണെങ്കിലോ 2-3 ഇഡ്ഡലിയൊക്കെ കൊടുത്താൽ മതിയെന്ന് എവിടെ വയറു നിറയും രാവിലെ? ഈ അഭ്യാസികൾക്ക് അങ്ങനെയാണോ പാസ്റ്റേ? ഒരു മിസ്റ്റർ കേരളയെ ഞാൻ എനിക്ക് പരിചയപ്പെട്ടു. ചുമ്മാ ചോദിച്ചു, ഒരു ദിവസത്തെ ഡയറ്റ് എന്നാന്ന് ചോദിച്ചു. പുള്ളി എന്നോട് കൂളായിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ കേട്ടിട്ട് ബോധം കെട്ടുപോയി. ഒരു 10-20 മുട്ടയുടെ ഈ എഗ് വൈറ്റാണ് കഴിക്കുന്നത്. മനസ്സിലായില്ല? ഒരു ദിവസം പാസ്റ്റേ 20 മുട്ടയുടെ വെള്ള. ഓ, അവൻ എന്നാ മനുഷ്യനല്ലേ. ഒരു 2-3 കിലോ ചിക്കൻ പുഴുങ്ങിയത് വെറും പെപ്പർ മാത്രം ഇട്ട് 2-3 കിലോ. ഇവൻ എന്നെ സൈഡിൽ വയറ് വല്ലതും ഉണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അതിനനുസരിച്ച് ശരീരം ഉണ്ട്. അല്ലോ, ഇവിടെ ഉണ്ടോ? അപ്പോൾ 318 എണ്ണം ഒരു 3 ഇഡ്ഡലി കഴിക്കുമെന്ന് വിചാരിക്കുക രാവിലെ. എത്ര കിലോ അരിയുടെ ഉഴുന്നും കാര്യങ്ങളൊക്കെ വേണം ഒരു രാവിലെ അബ്രഹാമിൻ്റെ വീട്ടിലെ അഭ്യാസികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ? ചുമ്മാതിരുന്ന് ചിന്തിച്ചു നോക്കിയേ, തല പുകയും. ഒന്നുമില്ലാതെ തമ്പുരാൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവന് ദൈവം അനുഗ്രഹിച്ച വിധവാ ഞാൻ പറഞ്ഞേ. 318 എണ്ണം 3 നേരം കഴിക്കാൻ എത്ര അണ്ടാവിൽ ചോറിടണമെന്നേ. ഞാൻ ചോറെന്ന് പറഞ്ഞതാ, ഇനി അതിനെ പിടിച്ചാരും തൂങ്ങരുത്. സ്വോത്രം. അന്ന് ചോറുണ്ടായിരുന്നു, അന്ന് ഏത് മില്ലിന്ന് അരി കിട്ടി എന്നൊന്നും ചോദിച്ചു കളയരുത്. സ്വോത്രം. ഞാനൊരു ഉദാഹരണത്തിനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഇറങ്ങി തിരിച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനെ മാനിച്ച വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കേണ്ടതില്ല, ആലോചനകളിൽ അവിശ്വസിക്കേണ്ടതില്ല, ദൂതുകളിൽ അവിശ്വസിക്കേണ്ടതില്ല. അത് കാലഘട്ടം കഴിഞ്ഞാലും മാറിപ്പോകത്തില്ല. ഞാൻ സഭയും പേരും ഒന്നും പറയുന്നില്ല. എൻ്റെ വൈഫിൻ്റെ നേരെ ഇളയ അനിയത്തി താമസിക്കുന്നത് കൊച്ചിയിലാണ്. അവരുടെ സഭയിൽ 30 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആ സഭയിൽ 5 ആമ്പിള്ളേർക്ക് തുല്യ പെങ്കൊച്ച് എന്ന് പറഞ്ഞാൽ തൻ്റെ അടി എന്നല്ല, പാസ്റ്റർക്കൊന്നും അറിയണ്ട. ഒത്തിരി 100 കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു മെഗാ ചർച്ചാണ്. മൈക്ക്, ക്യാമറ, കേബിള് എല്ലാം അറേഞ്ച് ചെയ്ത്, മാറ്റ് എല്ലാം ചെയ്ത് 5 ആമ്പിള്ളേർ ചെയ്യുന്ന ഒറ്റയ്ക്ക് അവൾ ചെയ്യും. ഒരു ടീച്ചറും കൂടെ B.Ed പ്രൈവറ്റ് സ്കൂളിലെ. 30 വയസ്സ് കഴിഞ്ഞ് 31-32 വയസ്സായപ്പോൾ പലരും ചോദിച്ചു, എന്നാ പറ്റി, അവർക്ക് എന്നാ ഇന്ന് കുഴപ്പമുണ്ടോ? നാട്ടുകാർക്കാണ് കുഴപ്പമെന്നേ. എൻ്റെ മോൾക്ക് 28-27 വയസ്സായി എന്നുള്ളത് എനിക്ക് കുഴപ്പമില്ല. നാട്ടുകാർ ചോദിക്കും, 28 വയസ്സായിട്ട് കൊച്ചിനെ പിടിച്ച് അവിടെ നിൽക്കുവാണോ? സാധാരണ ഡോക്ടർക്കും ചോദിച്ചു കാണൂല്ലേ, മീവലിനെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഓത്തറോ. അവൾ പറയാം, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആസ്വദിക്കട്ടെ ഫ്രീ ലൈഫ് അല്ലേ. നാട്ടുകാർക്കാ പ്രശ്നം. പല ചോദ്യങ്ങൾ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ വന്നിരുന്ന മാതാപിതാക്കളും ആലോചിക്കും, ശരിയല്ല, എൻ്റെ കൊച്ചിന് 10-32 വയസ്സായില്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൂതിൻ്റെ നിവർത്തീകരണം, ആലോചനയുടെ നിവർത്തീകരണം വൈകുന്നെങ്കിൽ അത് ശ്രേഷ്ഠമായിരിക്കും, അത് മഹത്തരമായിരിക്കും. വൈകുന്തോറും പണി നന്നായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് കാർപ്പൻറ്റർ ഡോറ് പണിത് തരും. ഇച്ചിരി സമയം എടുത്ത് ചെയ്തു തന്നാൽ മതി. കാശ് പ്രശ്നമല്ലെന്ന് പറഞ്ഞു നോക്ക്. നമ്മുടെ പ്രതിഷ്ഠയുടെ അന്ന് പാസ്റ്റർമാർ റിബൺ കട്ട് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡോറ് കാണുന്ന പലരും ചോദിക്കും, ആരാ പണിത്?
എവിടെന്നാ പണിതേ? കാര്യം എന്താ? അത് അത്രയും സമയമെടുത്ത് പണിതത് കൊണ്ട് അത്രയും ഭംഗിയുണ്ടാവും. ഈ 10-30 വയസ്സ് കഴിഞ്ഞ പെൺകുഞ്ഞിന് തമ്പുരാൻ്റെ സമയമായപ്പോൾ ഒരു ചെക്കൻ വന്ന് കണ്ടു കേട്ടോ. ചെക്കൻ്റെ പേരൻസ് പിന്നെ വന്ന് കണ്ടു. ഈ രണ്ടുപേരും വന്ന് കണ്ടിട്ട് പോയപ്പോൾ ചെക്കനൊരു കുറഞ്ഞൊരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഫോണും അപ്പനും അമ്മയും 1.5 ലക്ഷം രൂപയുടെ ഒരു ടാബും കൊടുത്തേച്ച് പോയി. ചുമ്മാതെ കാണാൻ വന്നപ്പോഴാണ് പാസ്റ്ററെ. ആര് പറഞ്ഞു വിട്ടു? അറിയില്ല. എങ്ങനെ വന്നു? അറിയില്ല. വാഗ്ദത്തം വിശ്വസിച്ചു, അത്രേ അവർക്കറിയാവുള്ളൂ. ഇനി ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് അറിഞ്ഞൂടെ പാസ്റ്റർ, ക്ഷമിക്കണം. ഒരു നല്ല ചുള്ളൻ ചെക്കൻ, ദൈവത്താൽ ഒരുക്കി ഒരു നല്ല സുമുഖനായൊരു ചെക്കൻ, അമേരിക്കയിൽ ഏറിയ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം താമസിച്ച് ജോലി ചെയ്യുന്നൊരു കുടുംബത്തിൽ അവർക്ക് കോടിക്കണക്കിന് ആസ്തിയുള്ള അമൻ സ്തോത്രം വലിയ പിള്ളേരെയൊക്കെ കിട്ടും. പക്ഷേ ആ ചെക്കൻ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. എൻഗേജ്മെൻറ്റിന് വന്നപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയി. എന്നാണെന്നറിയാമോ? 90 ലക്ഷം രൂപയുടെ ഒരു ചെറിയ BMW കാറ് പാസ്റ്ററേ. കൊച്ചിനെ അവരങ്ങ് കൊണ്ടുപോയി. വിശ്വാസമുണ്ടോ? നീ ഒരനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും കണ്ടില്ല. ശൂന്യത മാത്രമേ തൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. സാധ്യതകളുള്ള ഒരു വഴിയും താൻ കണ്ടില്ല. സാധ്യതകളൊന്നും വേണ്ട. പറഞ്ഞതാരാ നോക്കൂ, വിളിച്ചതാരാണെന്ന് നോക്ക്, ചെയ്യുമെന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്ക്, ചെയ്തു തരാൻ അവന് കഴിയുമോന്ന് മാത്രം നോക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാം. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ കർത്താവ് നിറവേറ്റിയെങ്കിൽ ഈ 2026 ജനുവരി 21 ദിവസം എത്തി നിൽക്കുന്ന നമുക്കൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ: ഞങ്ങൾക്കത് കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സ്തോത്രം. 1 പത്രോസ് 3-9 വാക്യം ഒന്ന് വായിച്ചു തരാമോ? First Peter chapter 3 verse 9. 1 പത്രോസ് 3:9. ഹലോ, പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നതെന്ന് ആരും ചിന്തിച്ചു കളയരുത്. നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാ? ഇനി കുഞ്ഞു നോക്കണം. എനിക്ക് കാണാതെ അറിയാൻ മേലഞ്ഞിട്ടല്ല, അതുണ്ടോയെന്ന് നിങ്ങൾക്കൂടെ ഒന്ന് ബോധ്യമാകണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, എന്താ പറഞ്ഞത്? നിങ്ങളെ എന്തിനാ വിളിച്ചത്? അനുഗ്രഹം. നമ്മുടെ ചിന്ത എന്താ? എന്നും ഇങ്ങനെ നരകിച്ച്, ഇങ്ങനെ പട്ടിണി കിടന്ന്, ഇങ്ങനെ കഷ്ടപ്പെട്ട്, ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ച്, ഇങ്ങനെ ബുദ്ധിമുട്ടി പോകണമെന്നാണോ? അല്ല. ദൈവം തൻ്റെ ജനത്തെ വിളിച്ചത് അനുഗ്രഹിക്കാൻ തന്നെയാണ്. അവിടെ പറഞ്ഞൊരു വാക്യം എന്താണ്? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട്. ഇവിടെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. ഈ അനുഗ്രഹം നമുക്കുണ്ടാകാൻ അവിടെ തന്നെ അതിന് റെമഡിയും പറയുന്നുണ്ട്. എന്താണ് അതിന്റെ റെമഡി? നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഒന്ന് പറഞ്ഞേ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ നമ്മളാ. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഉറക്കെ പറഞ്ഞേ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഈ പഠിപ്പിക്കുന്നൊരു ശൈലി ആയതുകൊണ്ട് നിങ്ങളും കൂടെ റെസ്പോണ്ട് ചെയ്യുമ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ട അമ്മാമേ? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ. ഇതാണ് ബുദ്ധിമുട്ട്. നിങ്ങൾക്കല്ല. ഇവിടെ പറഞ്ഞത് എന്താ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എവിടെ നിന്നാണ് അനുഗ്രഹിച്ച് തുടങ്ങേണ്ടേ? വീട്ടിൽ നിന്ന് തുടങ്ങണം, അല്ലേ? ദേഷ്യം വരുന്ന അമ്മമാർ, ദേഷ്യം വരുന്ന അപ്പന്മാർ മക്കളെ നോക്കി പറയുന്നത് എന്തൊക്കെയാ? അതൊക്കെ ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റുമോ പാസ്റ്റേ? കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു VBS നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ആ ചർച്ചിലെ സെക്രട്ടറി പറയുക, ഈ തലതെറിച്ച ചെക്കൻ കാരണം ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്. എന്തോ അനുഗ്രഹമാണ്? മനസ്സിലായില്ല. ഈ തലതെറിച്ച ചെക്കൻ എന്തൊക്കെ അനുഗ്രഹമാണ് നമ്മുടെ വായിന്ന് വരുന്നത്. ഒരു സൺഡേ സ്കൂളിലെ ടീച്ചർ പറയുക, ഇതൊരു വല്ലാത്തൊരു കഴുതയായിപ്പോയി, ഇതിന് പറഞ്ഞിലോട്ട് തലയിൽ കയറുന്നുമില്ല. ടീച്ചറിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ്? സെക്രട്ടറിയുടെ അനുഗ്രഹം തലയെറിച്ച ചെക്കൻ, ടീച്ചറിൻ്റെ അനുഗ്രഹം കഴുത. നമ്മൾ വീട്ടിൽ ഏതാണ്ടൊക്കെ സമാനമായ പദങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ സമ്പന്നമായി അനുഗ്രഹിക്കുക അല്ലേ? അനുഗ്രഹം എവിടെ നിന്നാണ് തുടങ്ങേണ്ടേ? വീട്ടിൽ നിന്ന് തുടങ്ങണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലയെ കൈവച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറ. നമുക്കത് എവിടെ നിന്ന് കിട്ടിയെന്നറിയാവോ? നമ്മുടെ ഇടയിൽ ഒരു കാര്യം പറയാം. ഒരു ന്യൂ ബോൺ ബേബിയെ കാണാൻ നമ്മൾ പോകണമെന്ന് വിചാരിക്കുക. ഒരു പ്രസവിച്ച ഒരു കുഞ്ഞിനെ കാണാൻ പോവുക. ഒരു കുഞ്ഞുടുപ്പോ ഒരു സോപ്പോ ഒരു എന്താ പറയുക പൗഡറൊക്കെ മേടിച്ച് ഒരു ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മൾ കാണാൻ പോയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് കൈ തരുമ്പോൾ നമ്മൾ കൊഞ്ചിക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, ആ മൂക്ക്, ആ കണ്ണ്, ആ ചെവി, ആ നിറം, ആ അപ്പനെ അച്ചിൽ വാർത്ത് വെച്ചേക്കുക, അമ്മയെ വാർത്ത് വെച്ചേക്കുക. ആ കള്ളച്ചിരി കണ്ട, ആ കള്ള നോട്ടം കണ്ട. എപ്പോഴാ? ജനിച്ച ആഴ്ചകളായപ്പോഴേ ആരാക്കി? ആ കുഞ്ഞ് കേൾക്കുന്നത് എപ്പോഴാ? കള്ള നോട്ടം, കള്ളച്ചിരി, ആ കള്ള ലക്ഷണം, മൊത്തവും കള്ളവാ. ഇതും അങ്ങ് കട്ട് ചെയ്യണേ. അടുത്തത് പറയുന്നത്, ഈ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട്. ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ അവരൊരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ, അവിടെ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ, അവിടെ ആൾക്കാരുടെ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ അവരാ കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിലെടുത്തിട്ട്, നീ ഡോക്ടർ വരുവായി, നീ എഞ്ചിനീയറോ വരുവോൾ. ഹലോ, അവരങ്ങനെ വരത്തുള്ളൂ. മനസ്സിലായില്ല? അവർ കയ്യിലെടുത്തിട്ട് പറയുക, നീ ഡോക്ടറായിട്ട് തന്നെ വരും, നീ ഒരു ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് വരും, നീ ഒരു ചാർട്ടേഡ് അക്കൗണ്ടർമാരെ 90 എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 അവരാ. ഞാനിന്ന് പ്രസ്ഥാനത്തിൻ്റെ ഓഡിറ്റേഴ്സ് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണം. വർഷങ്ങൾ എല്ലാം പട്ടന്മാരാ. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടില്ല, പൊട്ടന്മാരില്ലെന്ന്. ഇപ്പോൾ കൂടുതൽ അവരാ. അത് വേറെ കാര്യം, പോട്ടെ. ഇതൊക്കെ കട്ട് ചെയ്തേക്കണേ സ്വത്രം. പാസ്റ്റർ വിചാരിക്കുക കട്ട് ചെയ്ത് ഇതിനകത്ത് പിന്നെ ഒന്നും കാണുകയില്ല. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞത്? നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ കേട്ടു തുടങ്ങിയത് അതാ. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണ അനുഗ്രഹം നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി അനുഗ്രഹിച്ച് ശീലിക്കുന്നേ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേറെ വഴിയില്ല. നമ്മുടെ വായിൽ നിന്ന് തന്നെ അനുഗ്രഹം വരണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അനുഗ്രഹവും ശാപവും എവിടെ ഇരിക്കുന്നു? നാവിന്റെ അധികാരത്തിന്റെ കീഴിലിരിക്കുന്നു. ഇവിടെ ഉണ്ടോ? അനുഗ്രഹവും വിളിച്ചു വരുത്തിയത് ആരാ? ശാപവും വിളിച്ചു വരുത്തിയത് ആരാ? നമ്മൾ തന്നെയല്ലേ? സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് അനുഗ്രഹിച്ച് ശീലിക്കണം. ഒരിടവും വിടത്തില്ല. എല്ലാ മലയാള മാസവും 1-ാം തീയതിയും നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കാൻ പിടിക്കുക. നല്ല ഭക്തിയാ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, നാട്ടുകാർ ഒരൊറ്റ എണ്ണത്തിനെ വെറുതെ വിടത്തില്ല. എല്ലാത്തിനെയും ശപിച്ച് മണ്ണ് വാരി എറിഞ്ഞാൽ ശപിക്കണേ. ഇനി പുള്ളിക്കാരിയുടെ ഒരു പ്രധാനപ്പെട്ട ശാപമാണ്, നിന്റെ തല തെറിച്ചു പോട്ടെ. തല തെറിച്ചവൾ ഇങ്ങനെ പറയുള്ളൂ. ഞാൻ പറയാം, അനുഗ്രഹവും ശാപവും നാവിൽ. മഹീന്ദ്ര കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇച്ചിരി പിമ്പിരിയായി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു പുത്തൻ വാഹനത്തിൻ്റെ ലോഞ്ചിങ് എല്ലാം കഴിഞ്ഞ് ഇച്ചിരി മിനിങ്ങിയച്ച് ചാക്ക വഴി ഓൾ സെയിൻസ് വഴി നേരെ ശംഖുവം ബീച്ചിൽ ചെന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടപ്പോൾ ഈ അടിച്ചതിൻ്റെ കെട്ട് കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ
വണ്ടി കൈ നിയന്ത്രണം വിട്ടുപോയി. നമുക്കറിയാമല്ലോ, ചില വാഹനങ്ങൾ നല്ല ഉരുക്ക് പോലത്തെ ബോഡിയാണ്. നൈറ്റ് എയർപോർട്ടിലേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ നിന്ന പെങ്കൊച്ച്, വിളിക്കാനുള്ള വാഹനം 2 മിനിറ്റിനകത്ത് എത്തേണ്ടതാണ്. മെയിൻ റോഡിൽ നിന്ന് 2ാമത്തെ വീട്, ആ കുട്ടിയുടെ വീട് മെയിൻ റോഡിൽ തന്നെയാണ്, 2ാമത്തെ വീട്. രാത്രി 9:30-10 മണിക്കാണെന്ന് തോന്നുന്നു. സൈഡിൽ, ആ ഹൈവേ പോലെ കിടക്കുന്ന എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ എയർപോർട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കുമ്പോൾ, സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയ മഹീന്ദ്ര കമ്പനിയുടെ വാഹനം ഓടിച്ച ഡ്രൈവറിൻ്റെ കയ്യിൽ വണ്ടി നിന്നില്ല. സൈഡിലേക്ക് ഇടിച്ചു കയറി ബാരിക്കേഡിനും വാഹനത്തിന് ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നിട്ട് ബോണറ്റ് വന്ന് ഇടിച്ചിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് തലയറ്റ് തെറിച്ചു പോയി. ഇടിയുടെ ആഘാതം ബോംബ് പൊട്ടുന്നത് പോലായിരുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി, വീട്ടുകാർ ഓടിക്കൂടി. തൻ്റെ ഭർത്താവ് 1-2 കൊച്ചു പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് കിട്ടിയത് തലയില്ലാത്ത ശരീരമാണ്. പിറ്റേ ദിവസം രാവിലെ ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ വന്ന് അന്വേഷിച്ചപ്പോൾ അടുത്ത വീട്ടിൻ്റെ കാർ പോർച്ചിൻ്റെ മുകളിലാണ് തല കിടന്നത്. ശപിച്ച വ്യക്തിയുടെ വീട്ടിലാണിതുണ്ടായത്. വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നാട്ടുകാരൻ മൊത്തം തലതെറിച്ചു പോട്ടെ എന്ന് ശപിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിൽ ഒരു പെണ്ണിൻ്റെ തലയായിരിക്കും തെറിക്കുന്നതെന്ന് അവർ ഓർത്തില്ല. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് നമ്മുടെ തലയിലേക്ക് വരുന്നത്, നമ്മുടെ തലമുറകളിലേക്ക് വരുന്നത്. പുസ്തകം പറയുന്നു, നിങ്ങൾ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവർ, നിങ്ങളും അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന് 1ാമത്തെ പടി എന്താ? മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ആദ്യം എഴുന്നേറ്റ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നേ. കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞേട്ടതേ, അവർ വികൃതി കാണിക്കാം, കുസൃതി കാണിക്കാം, ബാല്യകാല ചാബല്യങ്ങൾ അവർക്കുണ്ടാകാം. അത് വെച്ച് അവരെ വിധി എഴുതാതെ അവരെ ഒന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു നോക്കിക്കേ. സാരമില്ല, ഇതൊക്കെ മാറുമെന്ന് പറ. ഹല്ലേലൂയ. ഈ അടുത്തിടയ്ക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് പറഞ്ഞപ്പോൾ 6ലോ 7ലോ പഠിക്കുമ്പോൾ ഒരു ദൈവദാസൻ വന്ന് പറഞ്ഞു, എടാ നീ വിദേശ രാജ്യത്ത് വെള്ള കോട്ട് വിട്ട് കഴുത്തേ കൂടെ സെത്തും തൂക്കി നടക്കുന്നത് ഞാൻ കാണുന്നുവെന്ന്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന് മാർക്ക് പറഞ്ഞപ്പോൾ അമ്മ ആദ്യത്തെ വാക്ക്, നീ ഡോക്ടർ പിന്നെ ആയത് തന്നെ. വിശ്വാസിയായ അമ്മയുടെ അനുഗ്രഹമാണ്. നീ ഇത്രയും മാർക്ക് വെച്ച് ഡോക്ടറാകും. പിന്നെ ദൈവൻ്റെ പരുവം കഴിഞ്ഞ് ചൂടായപ്പോൾ കെസിയ എന്ന് പറഞ്ഞൊരു കുഞ്ഞു കൊച്ച് ചർച്ചിനകത്തോട് ഓടി നടക്കുമ്പോൾ നമ്മുടെ ആര്യനാടുള്ള ഒരു ദൈവദാസൻ, ഒരു പ്രവാചകനാണ്. അദ്ദേഹം ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ പാരൻസ് ഇവിടെ ഉണ്ടോ? ഇല്ല. വല്യപ്പച്ചനും വല്യമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാ കേട്ടോ, ഇവൾ നിമിത്തം ഇവളുടെ അപ്പനും അമ്മയും ഈ ഇരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും വരെ അമേരിക്കയിലേക്ക് പോകും. ദൈവാമ്മാവ് എന്നെ അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വല്യപ്പച്ചനും വല്യമ്മച്ചിയും കല്യാണം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷമുണ്ടായതാ മകൻ. ആ മകൻ്റെ മോളായി ഓടി നടക്കണേ. ഇവിടെ ഉണ്ടോ? അതിന് താഴെ ഇവിടുത്തെ പാസ്റ്റർക്കുള്ളതുപോലെ 3 മക്കളാ, 2 പെണ്ണും 1 ആണും. ആ മൂത്തതിനോടാ പറഞ്ഞേ, അമേരിക്കയിൽ പോയിട്ട് ഇവിടെ തന്നെ അവർ ബന്ധപ്പെട്ട് കഴിയുക. പക്ഷേ തമ്പുരാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും കേട്ടോ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്നേ. പക്ഷെ നമ്മൾ കർത്താവ് പറയുന്ന പോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം എന്താ? കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. പക്ഷേ ഞങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഒട്ട് വില്ലിങ് അല്ലതാണ്. അത് നടക്കുകയില്ല. ചില മാസങ്ങൾക്ക് മുൻപ് ആ ദൈവദാസൻ്റെ മൂത്ത മകളുടെ കല്യാണം അമേരിക്കയിൽ വെച്ച് നടന്നു. അത് ആ ദൈവദാസൻ്റെ ഭാര്യ ഈ നാട്ടുകാരിയാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇവിടുത്തെ 6ാം IPCയിലെ വിശ്വാസിയാണ് ആ സഹോദരി. അവർ കുടുംബമായിട്ട് അമേരിക്കയിലാണ്.
മൂത്ത മകളുടെ അമേരിക്കയിലാണ് കല്യാണം നടന്നത്. അവരെല്ലാം വർഷങ്ങളായിട്ട് അവിടെയാണ്. ആ ദേവദാസൻ അവിടുത്തെ അമേരിക്കയിലെ AG സഭയുടെ പാസ്റ്റർ, നെയ്യാറ്റിൻകര ടൗൺ ചർച്ച് അവരാരംഭിച്ചതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, യെസ് ഗോഡ്സ് ആൻഡ് പാസ്റ്റർ. ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൂതുകളൊന്നും പാഴായി പോകത്തില്ല. അനുഗ്രഹിക്കുമെന്ന് ദൂത് പറഞ്ഞെങ്കിൽ അക്ഷരം പറയും നിറവേറിയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷങ്ങൾ ഒരുപാടിടങ്ങളിൽ കടന്നു പോയതാ. ഒരുമിച്ച് VBS പലയിടങ്ങൾ നടത്തിയതാ. ഒരു സ്തോത്രം പറയാമോ? ആമേൻ. നമുക്ക് വയസ്സാകും, വാഗ്ദത്തത്തിന് വയസ്സാകത്തില്ല, ആലോചനയ്ക്ക് വയസ്സാകത്തില്ലെന്നേ. അതങ്ങനെ തന്നെ ഇരിക്കും. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. ആമേൻ. അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. നമ്മളും അനുഗ്രഹത്തിന് വിളിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഹലോ, സഭയിലൊരു വിശ്വാസി ഒരു വിഷമത്തോടിരിക്കുക, പറ, സാരമില്ല സഹോദരി, സാരമില്ല സഹോദര, നമുക്ക് പ്രാർത്ഥിക്കുക. അവരെ ഒന്ന് ധൈര്യപ്പെടുത്തി, അവരെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പറ, കർത്താവ് ഈ അവസ്ഥയൊക്കെ മാറ്റുമെന്ന് പറ. അല്ലാതെ മാറി അങ്ങോട്ട് നിന്നിട്ട് അവൻ ഇതല്ല ഇതിനപ്പുറം വരണം. ഞാൻ കുറേ ദിവസം കൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. എന്നൊന്നും പറഞ്ഞു കളയരുത് ദൈവമക്കളുടെ ഇടയിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം ഇതാ. ഇവിടെ ഇരുന്ന് ഒന്ന് പറയും, വീട്ടിൽ ചെന്ന് വേറെ പറയും. അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാ, അത് ശാപമാ. 37 വർഷത്തെ അനുഭവം കൊണ്ട്, ചെറിയ എളിയ അനുഭവം കൊണ്ട് ഞാൻ പറയാ, ദയവ് ചെയ്ത് കുറ്റവും കുറവും പറഞ്ഞ് ദൈവമക്കൾ ശീലിക്കല്ലേ, അത് ശാപമാണ്. യെസ്, കറക്റ്റാടാ നീ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുറ്റവും കുറവും പറയുന്നത് ശാപമാണെന്ന്. നിങ്ങളുടെ വീട് വേറൊരാളുടെ കുറ്റം പറയുന്ന വേദിയാകരുത്. ചിലർ സുപ്രീം കോടതി ജഡ്ജിക്ക് മുകളിലാണ്. ചില വിശ്വാസികൾ സുപ്രീം കോടതി ജഡ്ജിയുടെ മുകളിലാണ്. ഈ ഞായറാഴ്ചത്തെ പ്രസംഗം അത്ര അങ്ങോട്ട് പോരായിരുന്നു. വെള്ളിയാഴ്ച പാസ്റ്റ് അങ്ങനെ പറയരുതായിരുന്നു. ശനിയാഴ്ചത്തെ ഭവന പ്രാർത്ഥനയിൽ അത് ഒത്തില്ലായിരുന്നു. നിങ്ങളെന്നെ ഒപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്നതാണോ? അവിടെ ചൊവ്വന് വന്ന് ആരാധിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് പോകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ വന്നിരുന്ന് സുപ്രീം കോടതി ജഡ്ജിക്ക് മുകളിൽ വിധിയും പറഞ്ഞേച്ച് പോകാൻ നിങ്ങൾ ആരാമേ? നീ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. സ്തോത്രം. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് ചോദിക്കാൻ ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചോദിക്കുക, ആരാ? സ്തോത്രം. ഇവിടെ അത് ശ്രദ്ധിച്ചേ. കുഞ്ഞുങ്ങളുടെ അകത്ത് കയറുന്നുണ്ട്, പക്ഷെ വലിയവരുടെ അകത്ത് കയറുന്നോന്ന് എനിക്ക് ചെറിയ സംശയം. നിങ്ങളുടെ അല്ലേ? സ്തോത്രം. വാ തുറന്നൊന്ന് അനുഗ്രഹിച്ച് ശീലിക്ക്. ആമേൻ. മറ്റൊരു വിശ്വാസിക്ക് നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നാന്നേ കുഴപ്പം? ആമേൻ. നിന്നെ പോലെ ഒരു 5 എണ്ണം നിരന്നിരുന്ന ഞങ്ങളെപ്പോലെ പാസ്റ്റർമാർക്ക് പ്രസംഗം തനിയേ വരും. വിശ്വാസി പുതിയൊരു വണ്ടി എടുത്തു, ചർച്ച വന്നു. എല്ലാവർക്കും ഒരു മുട്ടായിയോ ലഡുവോ ഒക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷം വാങ്ങിയ ആൾക്ക്. അപ്പോൾ ലഡു മേടിച്ച് കഴിച്ച് അതിനകത്തിരുന്ന കറുത്ത മുന്തിരിങ്ങയൊക്കെ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുക. അപ്പോഴാണ് പറയുന്നത്, ഇവൻ എവിടെ നിന്നാ കാശ്? എവിടെ നിന്നായാൽ നിങ്ങൾക്കെന്നാന്നേ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവനോട് ചോദിച്ചവും പറഞ്ഞ് ഭയങ്കര പ്രയാസമെന്ന് പറഞ്ഞ്, അതോ 1.25 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ലോണാണെങ്കിലും ഫസ്റ്റ് അടവ് ഒരു 40,000 രൂപ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ ചിന്തിച്ച് തലപുകയണേ? ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ച് ആ സഹോദരനൊരു ലഡാക്ക വണ്ടിയായിരുന്നു. അടിച്ചടിച്ച് അവൻ്റെ ഉപ്പാട് വന്നു, അവൻ്റെ ഇടപാട് തീർന്നു. പാസ് ഒത്തിരിയും പ്രാർത്ഥിച്ച, കർത്താവേ ഞങ്ങളുടെ സഹോദരന്, പേര് പറഞ്ഞ ചിലപ്പോൾ ആടെങ്കിലും ആയിപ്പോൾ, അതുകൊണ്ട് വേണ്ട, ഉദാഹരണം വേണ്ട, ഞങ്ങളുടെ ആ സഹോദരന് ഒരു വണ്ടി കൊടുക്കണേ. ഉപവാസ പ്രാർത്ഥന ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഏതാണ്ട് 10-13 മാസമായിട്ട് ആ സഹോദരങ്ങളത് കഷ്ടപ്പെടുക. പ്രാർത്ഥിച്ച് ദൈവം ഒരു വഴി തുറന്ന് ഒരു വണ്ടി കിട്ടി. അതിന് സ്തോത്രം പറ. ഒരു കാർ ഒരു വിശ്വാസി എടുത്ത് വീട്ടിൽ സച്ചി കൊണ്ടുവന്ന് പാസ്റ്റർ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ചോദിക്കുക, ബ്രദർ ഇതൊരു ഫുൾ ഓപ്ഷനാണോ?
ഏത് ഓപ്ഷനെങ്കിലും ആയിപ്പോട്ടെന്നേ. സ്വതന്ത്രം 4 വീലുണ്ടോ അത് ഓടിക്കോളും. ഇനി ഇവൻ ഇതെടുത്തിട്ട് പാതിക്കിട്ടേച്ച് പോവോ അതോ CC-കാർ കൊണ്ടുപോവോ? ഇവൻ ഇതിന് എണ്ണയൊക്കെ അടിക്കാനുള്ള വകയുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്തെന്നേ. മറ്റുള്ള ആൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ പഠിക്കേ. ഞാൻ എൻ്റെ വീട്ടിലൊരു അനുഭവം പറയാം. എൻ്റെ പെങ്ങളിവിടെ എയർപോർട്ടിനടുത്തൊരു വീട് വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ ദാനിയേൽ പാസ്റ്റർ സഭയിലെ വിശ്വാസികളാണ്. ഏറിയ വർഷങ്ങൾ അവരുടെ വീട്ടിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവർ തമ്പുരാൻ്റെ കൃപയാൽ അവരുടെ ഉള്ള വീട് ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ദൈവം മാനിച്ചു. ആ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ അവരുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ വന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത്ര അടുത്ത റൺവേയോട് ചേർന്ന വീടാണ്. അതും ഇതും പോലെ. ഇത് എയർപോർട്ട്, ഇടയ്ക്ക് റോഡ്, അപ്പുറത്ത് വീട്, അത്രേ ഉള്ളൂ വ്യത്യാസം. അവർക്ക് ദൈവം ഒരു നല്ലൊരു വീട് കൊടുത്തു. അപ്പോൾ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. സഭയിലൊരു വിശ്വാസി, പേര് പറയണില്ല, ചിലപ്പോൾ ഇത് നാളെ എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നാലോ, അവർക്ക് അറ്റാക്ക് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. സഭയിലൊരു വിശ്വാസി ഒരു 8:30-9 മണിയായപ്പോൾ എല്ലാവരും പോയിട്ട് കഴിക്കാനിരിക്കുമല്ലോ വീട്ടുകാരെല്ലാം കൂടെ. അപ്പോൾ കഴിക്കാനിരിക്കുക. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് റാഹേൽ എന്ന പേര്, വീട്ടിൽ ശാന്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുവിശ്വാസി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ചിക്കൻ ബിരിയാണി കഴിക്കുക. ചിക്കൻ്റെ ഇറച്ചി പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുക. കഴിച്ച് ചോദിക്കുക, നമ്മൾ എന്നൊക്കെ വലിയ വീട് വെച്ചാൽ ശാന്തിയെ ഒരു സുനാമി വന്നാൽ പോകാനുള്ളതേ ഉള്ളൂ അല്ലേ? തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞ അടപ്പാവി, അടിപ്പാവി. വീട് പ്രതിഷ്ഠ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ പറ, പ്രതിഷ്ഠിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം 9:30-10 മണിയൊക്കെ ആയപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുക, ഒരു സുനാമി വന്നാൽ പോകാനുള്ളതേ ഉള്ളല്ലേ എന്ന്. അപ്പോൾ ഈ സാധനം എന്നാ മനസ്സോടുകൂടിയായി പ്രതിഷ്ഠയിൽ വന്നതും ഇത് കഴിച്ചതും. ഇന്നുമുണ്ട് അന്നുമുണ്ട് ഇങ്ങനത്തെ ഐറ്റം. ആ റെസിഡൻസ് അസോസിയേഷനിൽ കണ്ടപത്രാദി സകലമാന ആൾക്കാരും വീട് വെച്ചു. ആ റെസിഡൻസ് അസോസിയേഷനിലാണ് ഉത്തരികണ്ഠത്തിൻ്റെ ഇപ്പുറത്ത് ഗാന്ധി പാർക്കിലും ശംഖുമുഖത്ത് നിങ്ങൾ വരുമ്പോൾ ഒരു വികലാംഗനായ ഒരു സഹോദരൻ പാട്ടുപാടി ഉപജീവനം നടത്തുന്നത്. അവനും വെച്ചു നല്ലൊരു മുട്ടം വീട്. ഈ സാധനം ഇന്ന് വരെ നല്ലൊരു വീട് വെച്ച് താമസിച്ചിട്ടില്ല. ഹലോ, 3-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത് പറയാനാണ് മാവേലിക്കരയിൽ നിന്ന് വന്നെന്ന് ചോദിക്കരുത്. അനുഗ്രഹത്തിൻ്റെ വഴി പറയുക. മറ്റുള്ളവർക്കൊരു നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്ക്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒരു വീടില്ല, ഒരു നല്ല വാഹനമില്ല, പ്രയാസപ്പെടുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ നല്ലൊരു വീട് വെച്ചത് പറ, സഹോദര, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെന്നേ. ഇതല്ലെന്നേ, ഇതിലപ്പുറം 2 പെൺകുഞ്ഞുങ്ങളാ, ഒരു ബെഡ്റൂമേ ഉള്ളൂ, പോരെന്നേ. ധൈര്യമായിട്ട് സഹോദര, ഇതിൻ്റെ മുകളിൽ 2 റൂം കൂടെ പണിയാൻ കർത്താവ് വഴി തുറക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കേ. ഒരു വാഹനമില്ല, മാമൻ കൂട്ടുവിശ്വാസം ഒരു വാഹനം എടുത്ത് പറ, സഹോദര, കർത്താവ് ഇതിലും നല്ലത് തരട്ടെ, കാറ്റും മഴയൊന്നും കൊള്ളാതെ പോകാൻ തരക്കിയ ഒരു 4 വീലർ തരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കേ. അപ്പോൾ കർത്താവ് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്നേ. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഞാനിവിടെ അടുത്തൊരു സഭയിലിരിക്കുമ്പോൾ പാവപ്പെട്ടൊരു വിശ്വാസി, സ്തോത്രം, കടവും ഇടമൊക്കെ മേടിച്ച് ലോണൊക്കെ എടുത്ത് ഒരു കുഞ്ഞു വീട് വെച്ചു. അതിൻ്റെ പ്രതിഷ്ഠയുടെ ഡേറ്റൊക്കെ നിശ്ചയിച്ചു. ഹലോ, 8 ദിവസം ഈ മക്കളെ, ഈ വരുന്ന ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് എൻ്റെ വീടിൻ്റെ പ്രതിഷ്ഠ. ഇനി 9 ദിവസമേ ഉള്ളൂ. ഞായറോട് ഞായറിട്ട് തിങ്കൾ 9 പ്രതിഷ്ഠയാണ്. പാസ് നിർബന്ധം പറയുന്നു, ടൈലോ ഗ്രാനൈറ്റോ എന്തെങ്കിലും ഇടാതെ പാസ് വന്ന് അറകുറയായിട്ടുള്ള തറയിൽ പ്രതിഷ്ഠ നടത്തില്ല. എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല എന്നാൽ അദ്ദേഹം ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞിട്ട് ഇരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ ഞാനൊരു സഹോദരനെ വിളിച്ചു പറഞ്ഞു, ചുമ്മാതെ ഒരു റഫായിട്ടൊരു തറയിട്ട് അതിൽ കയറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, തിങ്കളാഴ്ച ഈ നല്ലൊരു ഫ്ലോറിങ് നടക്കും.
ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ ചർച്ചിൽ തന്നെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, എത്ര രൂപയാകും? അത് ഇത്ര 1000 രൂപയാകും പാസ്റ്റേ, 1,00,000 രൂപയ്ക്ക് അടുപ്പിച്ചാകും. ആ പുള്ളിക്കാരൻ കേട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റേ, 1,00,000 പോയിട്ട് 10,000 രൂപയില്ല, ഇപ്പം തന്നെ പലർക്കും പലതും കൊടുക്കാനുണ്ട്, നടക്കുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പ് പറയുന്നു, തിങ്കളാഴ്ച നല്ല ഫ്ലോറിങ്, നല്ല വെട്ടിഫൈഡ് ടൈലിട്ട് അതിനകത്ത് നമ്മൾ കയറും, കർത്താവ് എനിക്ക് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു. ഈ ടൈലിടുന്ന ചെറുപ്പക്കാരൻ ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ അദ്ദേഹം പല ടൈൽ കോൺട്രാക്ടറാണ്, അദ്ദേഹം പലർക്കും കൊടുക്കുന്ന ഒരു വലിയ കമ്പനിയിലേക്ക് വിളിച്ചുകൊണ്ടു പറഞ്ഞു, സാറേ ഇദ്ദേഹം ഇത്രാം തീയതിക്കകത്ത് കാശ് തരും, ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ, ഞാൻ ഗ്യാരൻറ്റി. ഹലോ, ഞാൻ ഗ്യാരൻറ്റി. എന്നെയും വിളിച്ചുകൊണ്ടുപോയി, പാസ്റ്റർ പറ, നോക്കി നല്ലതെടുക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് ഞായറാഴ്ച വൈകുന്നേരം സാധനം കൊണ്ടുവന്നു. ഞായറാഴ്ച കട തുറക്കുന്നതല്ല, ഈ ചെറുപ്പക്കാരന് വേണ്ടി ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് കട മുതലാളി വന്ന് കട തുറന്ന് സാധനം എടുത്തു. തിങ്കളാഴ്ച ഇപ്പോൾ സഭയിലെ സഹോദരന്മാരും ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 4 പണിക്കാരും കൂടെ ചേർന്ന് 3 ദിവസം കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് ടൈലിട്ടു. ശനിയാഴ്ചയായപ്പോൾ കണ്ടീഷനായി. ഞായറാഴ്ച ആ വിശ്വാസി സാക്ഷി പറയുക, ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ടു, ശനിയാഴ്ച കൊണ്ട് എല്ലാം ക്ലിയറായി. ഈ ഞായറാഴ്ച ഞാൻ സാക്ഷി പറയുമ്പോൾ കണ്ണുനീര് വരുന്നു. എനിക്ക് എങ്ങനെ അത്ഭുതം നടന്നെന്നറിയില്ല. പ്രാർത്ഥിച്ച സഭയ്ക്കും പാസ്റ്റർക്കും പ്രത്യേകിച്ച് ഇന്ന സഹോദരന് നന്ദി എന്ന് പറഞ്ഞ് സാക്ഷി പറഞ്ഞപ്പോൾ സഭയിലൊരു മൂപ്പൻ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി നിന്നിട്ട് 3-4 പേരെ വിളിച്ചെടുത്തിട്ട് പറയവേ, ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, ഇവൻ മുഴുകള്ളനാ. ഇത് ചില ദിവസങ്ങൾ കഴിഞ്ഞ് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ഈ സഹോദരൻ്റെ ചെവിയിലെത്തിയപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഇന്നതുപോലെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇവിടെ കൂടെ കേട്ടിട്ട് ഇവിടെ കൂടെ കളഞ്ഞേക്ക്, അത് നമ്മളെ ബാധിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞതെന്നറിയാവോ, കഴിഞ്ഞ ഞായറാഴ്ച ഇവൻ സാക്ഷ്യം പറഞ്ഞു ഒന്നുമില്ലെന്ന്. ഈ ഞായറാഴ്ച പറയുക 1,00,000 രൂപയ്ക്ക് അടുപ്പിച്ച് ചിലവാക്കി ടൈലിട്ടെന്ന്. ഇവൻ കള്ളനാ, ഇവൻ എവിടെയോ തിരുവനന്തപുരംകാട് ഭാഷയിൽ ഡോക്ടറെ ഇങ്ങനെ പറയുക, അവൻ പിതുക്കി വെച്ചിരുന്ന്, അവൻ പതുക്കി വെച്ചിരുന്ന്. ഇത് പതുക്കിയതും പിതുക്കിയതുമല്ല, പറഞ്ഞ തമ്പുരാനായതുകൊണ്ട് സമയത്തിന് ജീവിതങ്ങളെ ഒരുക്കി അനുഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, പറഞ്ഞവൻ ആരാണെന്ന് വിശ്വസിച്ചാൽ മതി. 2, അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടത് കൊണ്ട് നാം മറ്റുള്ളവരെ അനുഗ്രഹിച്ച് ശീലിച്ചാൽ മതി. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. സ്തോത്രം. 112 സങ്കീർത്തനം 2 വാക്യം, 84 സങ്കീർത്തനം 11 വാക്യം, ഇയ്യോബ് 4:7. ഈ 3 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 112:2, 84:11, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ഇയ്യോബ് 4:7, നേരുള്ളവർ മുടിഞ്ഞു പോകയില്ല. 3 വാക്യം മനസ്സിലായോ? 112:2, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. സങ്കീർത്തനം 84:11, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങുകയില്ല. ഇയ്യോബ് 4:7, നേരുള്ളവർ മുടിഞ്ഞു പോകയില്ല. ആമേൻ. അപ്പൊ അനുഗ്രഹിക്കപ്പെടാൻ രണ്ടാമത്തെ വഴി എന്താണ്? 1, നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. 2, നേരോടെ നടക്കണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നേരിന് നിരക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. നേരല്ലാത്തതൊന്നും നമ്മുടെ അധരങ്ങൾ കൊണ്ട് പറയാനിടയാകരുത്. 133:3 സങ്കീർത്തനം, അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവിടെയല്ലോ യഹോവ ശാശ്വതമായ ജീവനും അനുഗ്രഹവും കൽപ്പിച്ചിരിക്കുന്നത്. എന്തോ അനുഗ്രഹമാ? ശാശ്വതമായ അനുഗ്രഹം. എവിടെയാണ്?
133:1. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമായിരിക്കുന്നു. എന്താ മൂന്നാമത്തെ അനുഗ്രഹത്തിൻ്റെ കാരണം? 1, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. 2, നേരുള്ളവരായിരിക്കണം. 3, ഐക്യതയുള്ളവരായിരിക്കണം. ഒന്ന് വാതുറന്ന് പറഞ്ഞേ. കേട്ടില്ല? അയച്ചൂടെ ഉറക്കെ ഹല്ലേലൂയ. അവിടെ എന്തുണ്ട്? ശാശ്വതമായ അനുഗ്രഹം. ചിലയിടത്ത് അനുഗ്രഹമില്ലാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ലെന്നേ, ഐക്യതയില്ലെന്നേ. എന്തില്ല? ഐക്യതയില്ല. 2 പേരേ ഉള്ളോ, ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. അപ്പൻ, അമ്മ, 2 മക്കള്, 4 പേര് ഒരു മനസ്സോടെ ദൈവപാത പിടിച്ചിരിക്കോ, അവിടെ അനുഗ്രഹമുണ്ട്. ഒത്തിരി സ്തോത്ര വിശ്വാസികൾ ഉണ്ടാകണമെന്നില്ല, കുറച്ച് പേരേ ഉള്ളോ. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അവിടെ ശാശ്വതമായ അനുഗ്രഹം ഉണ്ടാകും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഭിന്നിച്ച് നിന്നാൽ വരുന്ന അനുഗ്രഹം തങ്ങി നിൽക്കത്തില്ല. ഒന്നിച്ച് നിന്നാൽ വരുന്ന അനുഗ്രഹം അതുപോലെ തങ്ങി നിൽക്കും. രാത്രിയിൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. 28 സദൃശവാക്യങ്ങൾ, അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ വേദപുസ്തകത്തിലും സദൃശവാക്യങ്ങൾ? Proverbs chapter 28 verse 20. വിശ്വസ്ത പുരുഷൻ, ആമേൻ, സമ്പൂർണമായ അനുഗ്രഹമുണ്ടാകാൻ നമ്മുടെ ലൈഫിൽ വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് വിശ്വസ്തരായിരിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ. എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മോശ ദൈവത്തിന്റെ വീട്ടിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ. ഇവിടെ ഉണ്ടോ? മോശ ദൈവത്തിന്റെ വീട്ടിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? ദൈവം മോശ ഏറ്റവും മാനിച്ചെന്നേ, ഏറ്റവും ഉയർത്തിയെന്നേ. ഇന്ന് പകലിൽ ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമേ അല്ല. നിങ്ങളുടെ കുടുംബം ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ പശ്ചാത്തലം ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. ദൈവത്തിനെ മാനിക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസവും അതിനൊരു തടസ്സമേ അല്ല. ആ പറഞ്ഞ ദൈവത്തിലൊന്ന് വിശ്വസിക്കാനും, ആമേൻ, പറഞ്ഞതിൽ ഒന്ന് ആശ്രയിച്ച് നിൽക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവൻ പറഞ്ഞതുപോലെ നമ്മെ, നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാ.